ഹായ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം പറയുമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഒരു ടോപ്പിക്കാണ് ഹെയർ ഫോളിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മാറ്ററിലോട്ട് പോകാം. ഞാൻ ബോധ്യപ്പെട്ട് എനിക്ക് ഉത്തമ തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഭയങ്കര ഭാരിച്ച ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് ബിസി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം എനിക്കിങ്ങനെ ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുക്കാനില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എളുപ്പമായിട്ടുള്ളത്, അതേപോലെ നമുക്ക് വേറെ അധികം ചിലവില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത് നമ്മുടെ ചില ദുശീലങ്ങൾ, ഇതൊക്കെ കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ പറയുന്നത് ഹെയർ ഇല്ലാത്തവർക്ക് പുതിയ മുടി കിളിർപ്പിക്കാനുള്ള മാന്ത്രിക വിദ്യയൊന്നുമല്ല. ആക്ച്വലി നല്ല ഹെയർ ഉണ്ടായിട്ട് ഹെയർ ഫോള് കാരണം മുടി നഷ്ടപ്പെട്ടു പോയി. അതിപ്പോൾ നമുക്ക് പ്രഗ്നൻസിക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ ധാരാളം മുടി പൊഴിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അല്ലേ. വാട്ടർ ലോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവാം, സ്വാഭാവികമായിട്ട് ആ സമയത്തൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് പഴയ പോലെ റിവേഴ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെയർ ലോസ് എന്നിട്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഹെയർ നല്ല സ്ട്രെങ്ത് ആയിട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ മുടി പൊഴിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രൈ സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡാൻഡ്രഫും ഉണ്ടാകും, അതേപോലെ ചൊറിച്ചിൽ വരാം, മുടി പൊഴിച്ചിലൊക്കെ അതിൻ്റെതായിട്ടുള്ള വരുന്നതാണ്. അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ബിസി ആകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലുള്ള പോലെ അല്ലല്ലോ, നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, നമ്മുടെ ബയോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിലുണ്ടാവും അല്ലേ, നമ്മുടെ മൈൻഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ബിസിയാണ്, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിട്ടുപോകുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഒരു മസ്റ്റ് ഡു തിങ് ആണ്. നിങ്ങൾക്ക് ധാരാളം മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം. കുടിക്കുന്ന വെള്ളം കുറവാണെന്നുള്ളതായിരിക്കും എൻ്റെ അർത്ഥം. അതായത് നമ്മൾ യൂറിൻ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്. അത് യെല്ലോയിഷ് കളറാണെങ്കിലോ ചിലർക്ക് ഒരു ഓറഞ്ച് കളറോ ഒക്കെ കാണും യൂറിനിൽ. കാരണം വെള്ളം കുടിക്കാനുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂറിൻ കളർ ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കുന്ന വെള്ളം മതിയാവില്ല. അതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ടെസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ ഒരു ലൈറ്റ് ഒരു ആംബർ കളർ മാത്രമേ കാണുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ലൈറ്റായിട്ടൊരു വൈക്കോലിൻ്റെ കളറില്ലേ, അങ്ങനത്തെ ഒരു കളറുണ്ട് ആ യൂറിന്, അതാണ് നോർമൽ. പക്ഷേ അതിൽ കൂടുതൽ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കുന്ന വെള്ളം അത് പോരാഞ്ഞിട്ടാണ്. ധാരാളം വെള്ളം കുടിക്കുക. ആവശ്യത്തിൽ കൂടുതലൊന്നും മനുഷ്യർക്ക് കുടിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഈ പറയുമ്പോൾ നമ്മൾ 2 ദിവസം വലിയ ബോട്ടിൽ നിറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കും അല്ലേ, 3-ന്റെ അന്ന് മുതൽ വീണ്ടും പഴയ പോലെ. അപ്പം അങ്ങനെയല്ലാതെ അത് തീർച്ചയായിട്ടും നമ്മളത് വാച്ച് ചെയ്യുക. ധാരാളം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുക. പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. തൈരോ പാലോ മോരോ മുട്ടയോ അല്ലെങ്കിൽ നട്ട്സ് അല്ലേ, പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ ധാരാളം പിന്നെ പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരം നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ, മീറ്റും അതെ, മാംസത്തിലും ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പം നമ്മൾ കമ്പൽസറി നമുക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് താല്പര്യമുള്ള ഒരു ഫുഡായിരിക്കണം. അത് നമ്മൾ കൂടുതൽ ഡെയിലി എടുക്കാൻ ശ്രദ്ധിക്കാമെങ്കിൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ 2 ദിവസം നോക്കൂലേ, 1 മുതൽ നമ്മളതങ്ങ് കളയും. പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് മുടി പൊഴിയാണെന്നും പറഞ്ഞ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പ്രോട്ടീനുള്ള ആഹാരം, അതുപോലെ നമ്മൾ ഈ ഇലക്കറികളൊക്കെ വളരെ നല്ലതാണ്. ചുവന്ന കീരയോ പച്ചക്കീര, പിന്നെ നമ്മൾ മുരിങ്ങ ഇലക്കറിയൊക്കെ ഇല്ലേ, അതൊക്കെ വളരെയധികം അയൺ കണ്ടന്റ് ഉള്ളതാണ്. അതൊക്കെ കൂടുതലും അയണിൻ്റെ എമൗണ്ട് കൂടുതൽ വേണം, ബോഡിയിൽ ആവശ്യത്തിന് വേണം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ലീഫി വെജിറ്റബിൾസിലാണ് കാണുന്നത്. അതൊക്കെ കൂടുതൽ എടുക്കണം തീർച്ചയായിട്ടും. അത് മസ്റ്റ് ഡു ആണ്. അത് നിങ്ങൾ വീക്ക്ലി 1-2 ദിവസമൊക്കെ കഴിക്കാം. കൂടുതൽ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മസ്റ്റായിട്ട് ഇതൊക്കെ കഴിച്ചിരിക്കുക. പിന്നെ കഴിവതും ജങ്ക് ഫുഡ് നമ്മൾ ഒഴിവാക്കണം. പലപ്പോഴും നമ്മൾ ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്ന പപ്സോ ചിക്കൻ റോളോ ഇങ്ങനെയുള്ളതൊക്കെ എളുപ്പം വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ് ഫില്ലാവില്ലേ, പിന്നെ വിശക്കൂല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യും. ഈ സാധനങ്ങൾ മൈദ കൊണ്ടുണ്ടാക്കിയത്, ഈ പറഞ്ഞ പ്രോസസ്ഡ് മീറ്റ്, ഇങ്ങനെ വെച്ച് കിട്ടുന്ന ഒരു സാധനവും കഴിക്കാൻ പാടില്ല. അതേപോലെ കൂൾ ഡ്രിങ്ക്സ്, ഈ കണ്ടമാനം ഈ പറഞ്ഞ ഡ്രിങ്ക്സ് കുടിക്കുക, ഈ കൂൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നതില്ലേ, ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് ലിക്വിഡ്സും നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അത് വല്ലപ്പോഴും ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള മൈന്യൂട്ട് ചേഞ്ച്, ബയോളജിക്കൽ ചേഞ്ചസ് ബോഡിയിൽ വരും കേട്ടോ. അതൊരു അഡിക്ഷൻ, ഒരു ടൈപ്പ് ഓഫ് അഡിക്ഷൻ ആണ് സത്യത്തിൽ.
അപ്പോൾ അത് നമ്മൾ തീർത്തും നിർത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിച്ച ശീലം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും, പിന്നെ അത് ശീലമാകുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. അതിനനുസരിച്ച് നമുക്ക് ഹെയർ നല്ലൊരു ഹെൽത്ത് വരുന്നത് അറിയാൻ പറ്റും. തലമുടിക്ക് മാത്രമല്ല, നമ്മുടെ സ്കിന്നിലൊരു ഗ്ലോ ഉണ്ടാവും, നമുക്ക് അടിമുടി ഒരു മാറ്റം അറിയാൻ പറ്റും. എപ്പോഴും നമ്മൾ നാച്ചുറൽ വേ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എപ്പോഴും നമ്മൾ പഴമ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ആഹാര രീതിയിൽ നല്ല ക്വാളിറ്റി ഫുഡുണ്ട്, വെള്ളം നമ്മൾ ആവശ്യത്തിന് കുടിക്കുന്നു, നമുക്ക് കറക്റ്റായിട്ടുള്ള സമീകൃത ആഹാരമാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ഫോൾ നമുക്ക് കുറയും. പിന്നെ നല്ല ഉറക്കം വേണം. ഈ അമിതമായിട്ടുള്ള സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, ഫോൺ യൂസ് ചെയ്യുന്നത്, നൈറ്റ് ഉറക്കമില്ലാതെ നമ്മൾ ഉറങ്ങുന്നതിന് 1 hour മുമ്പ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്, അത് മുതൽ നമ്മൾ കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. ഡെഫിനറ്റായിട്ട് ആ ഒരു സ്പേസ് നമ്മൾ ഒരുപാട് കാണുന്നത് ഒഴിവാക്കണം. അതുപോലെ മോർണിംഗ് എണീറ്റ് ഉടനെ മൊബൈൽ കുത്തുന്നത് ഇത് കുറയ്ക്കുക. പരമാവധി നമ്മൾ മൊബൈൽ നൈറ്റ് ടൈം ഉപയോഗിക്കാതിരിക്കുക. നല്ല ഉറക്കം വേണം. ഉറക്കം കുറഞ്ഞാലും മുടി ഒഴിച്ചിൽ കൂടുതൽ വരും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ മുടി പൊഴിയുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മൾ നടക്കാറുണ്ട് അല്ലേ? ടെൻഷൻ, നമുക്ക് മുടി ഇങ്ങനെ പൊഴിഞ്ഞു വരുമ്പോഴത്തേക്കും അയ്യോ കുളിക്കുമ്പോൾ ഇത്രയും വന്നു, തല തോർത്തുമ്പോൾ ഇത്രയും വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ആദ്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ ആവശ്യമേ ഇല്ല, അതിനെ വിട്ടേക്കുക. ഇറ്റ്സ് ഓക്കെ. നമുക്കിപ്പം തലമുടി പോയി നമ്മുടെ ജീവനൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? തലമുടി പോകുന്നത് സ്വാഭാവികമായിട്ടും പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആരും പിന്നെ അസസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ ഹെയർ ഫോൾ രൂക്ഷമാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സ്ത്രീകൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ടെൻഷൻ, അമിതമായിട്ടുള്ള ടെൻഷൻ, അതിനെക്കുറിച്ചുള്ള വേവലാതി നമ്മൾ കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. താങ്ക് യു.